ഞങ്ങളല്ല, നിന്റെ കർമ്മമാണ് നിനക്കുള്ള ഫലം നൽകേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദു ദൈവങ്ങൾ ഒറ്റക്കെട്ടായി കൈകഴുകി കളഞ്ഞു. അതോടെ സ്വാർത്ഥരായിട്ടുള്ള ഹിന്ദുക്കൾ അമാന്തം കൂടാതെ കമ്മ്യൂണിസ്റ്റുകളായി ജീവിക്കാൻ പഠിച്ചവരാ. ഇയാളുടെ വസ്തുതാപരമായിട്ടുള്ള കാര്യം. കുറച്ചുപേർ സ്വർഗം പ്രതീക്ഷിച്ച് ഇതര മത ദൈവങ്ങൾക്കൊപ്പം അങ്ങോട്ട് പോയി. മറ്റു ചിലർ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കൊടും നാസ്തികരായി നടക്കുകയാണ്, അലഞ്ഞു നടക്കുകയാണ്. കണ്ണു കാണുന്നവരെ മുഴുവൻ ചീത്ത പറയും. സകലമാന വിശ്വാസികളും തുണി പൊക്കി കാണിക്കും, നാക്കുകൊണ്ട് തുണി പൊക്കി കാണിക്കും. ഇതൊക്കെയാണ് നാസ്തികരുടെ പണി. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർ വലിയ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചുകൂട്ടി വിശ്വാസികളുടെ തള്ളക്കി വിളിക്കും, അവരെ നാക്കുകൊണ്ട് തുണി പൊക്കി കാണിക്കും. ഇതൊക്കെയാണ് നാസ്തികരുടെ പണി. എന്തായാലും കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിസ്വാർത്ഥരായി കഴിയുന്ന പാവം ഹിന്ദുക്കളും കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഗുണവുമില്ല, പാവങ്ങളാണ്. സംഘടിത ശക്തിയില്ല, ശബ്ദവും ഇല്ല, അവർക്കൊന്നുമില്ല, അവർ പാവങ്ങളാണ്. ഉറുമ്പിനെ പോലും നോവിക്കാതെ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അപ്പാവികൾ. അപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഹിന്ദുക്കളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബുദ്ധിമാന്മാർ, നേടുന്നവന്മാർ. അവര് കനത്ത ആസനം താങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും. ആരുടെ ഒപ്പം നിന്നാലാണ് നേട്ടം എന്നറിയാൻ നന്നായിട്ട് അതിനായിട്ട് ശ്രമിക്കും, ഇഷ്ടം പോലെ ഉണ്ടാക്കും, കുശാലാവും. ഭാര്യയും മക്കളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് അവരങ്ങോട്ട് സമ്പാദിച്ചു പോകും. എന്തായാലും ദൈവങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരൊറ്റ ഹിന്ദുവിനെ പോലും ഈ നാട്ടിൽ കാണാൻ കിട്ടില്ല. അതാണ് സത്യം. ദൈവങ്ങൾക്ക് ഉപകരിക്കുന്ന, ദൈവങ്ങൾക്ക് ഗുണമാകുന്ന ഒരാളുമില്ല, ഒരു ഹിന്ദുവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഹൈന്ദവ ദൈവങ്ങൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഒരു നിരീക്ഷണമാണ് പോങ്ങൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട്. മാത്രവുമല്ല, ഹൈന്ദവ ഭക്തർക്ക് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. ഈ നടീനടന്മാരുടെ ആരാധകരെ പോലെയാണ് ഹിന്ദുക്കൾ. അതായത് നമ്മുടെ പരമശിവന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ ഭക്തർ കണ്ണടച്ചു കളയും. പരമശിവന് അതുതന്നെ വേണം എന്നുകൂടി അവർ ചിന്തിച്ചു കളയും. അതുപോലെ തിരിച്ചു. പോരാത്തതിന് ശിവന്റെയും വിഷ്ണുവിന്റെയും ഭക്തർ അവസരം കിട്ടുന്ന മുറയ്ക്ക് തമ്മിലടിക്കാറുണ്ട്, ക്ഷേത്രങ്ങൾ പരസ്പരം തല്ലിപ്പൊളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. അവസരം കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഈ പാവപ്പെട്ട ഭക്തരുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ കാര്യം വിട്ടേക്കൂ. ഹൈന്ദവ സംരക്ഷകരെന്ന പേരുദോഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന BJP-കാരുടെ കാര്യം അതിലും വലിയ കഷ്ടമാണ്. അവർക്ക് എവിടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സമയമുള്ളത്? കെ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ സ്വന്തമായി വിശാലമായിട്ടുള്ള ഒരു ആരാധക അടിത്തറയുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രനും നല്ലൊരു ആരാധക സേനയുണ്ട്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും ആരാധക സമ്പത്തിൽ പിന്നിലല്ല, ഒട്ടും തന്നെ പിന്നിലല്ല. വളരെ പരിമിതമായ അളവ് ആരാധക ശേഖരം കുമ്മനത്തിനുമുണ്ട്. ഒരു താമരയിലെ പല ഇതളുകൾ പോലെ അവരങ്ങനെ ഹൈന്ദവ സംരക്ഷണം തങ്ങളുടേതായിട്ടുള്ള നിലയിൽ നടത്തി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നടത്താനുള്ള ശ്രമം നടത്തി വരുന്നുണ്ട് എന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ചിന്തിക്കാം. എന്തേലും ഗുണം ഹൈന്ദവർക്കുള്ളതായി അറിയില്ല. ഹൈന്ദവരെ കൊണ്ട് അവർക്കെന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നും പോങ്ങൻ അറിയില്ല. അറിയാവുന്നത് മൂന്ന് കാര്യങ്ങളാണ്, വെറും 3 കാര്യങ്ങൾ. അതായത് ഒന്ന്, ഹിന്ദുക്കളെ ഹിന്ദുക്കളോളം അപഹസിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ള സത്യം. അത് പോങ്ങൻ അറിയാം, അത് പോങ്ങൻ പറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നവരോളം ഭംഗിയായി ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാൻ ഹിന്ദു വിരുദ്ധർക്ക് പോലും സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ ഹിന്ദു ദൈവങ്ങൾ തീരെ സുരക്ഷിതരല്ല, ഒട്ടും തന്നെ സുരക്ഷിതരല്ല. അവരുടെ മാനം ഏത് നിമിഷവും കവരപ്പെടാം. സത്യമായിട്ടും ഹിന്ദു ദൈവങ്ങളെ കാക്കാൻ ഹിന്ദു ദൈവങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് പോങ്ങന് തോന്നുന്നത്. ഒരു പക്ഷേ അത് അവരുടെ വിധി കൂടിയാണ് ഹിന്ദു ദൈവങ്ങളുടെ. കാരണം കർമ്മത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഒരു വരവും അനുഗ്രഹവും കൊടുക്കാതെ, ഒരു സ്വർഗം പോലും ഉണ്ടാക്കി കൊടുക്കാതെ തങ്ങളുടെ ഭക്തരോട് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങൾക്കുള്ള ഫലം തരേണ്ടതെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതിന്റെ ശിക്ഷ കൂടിയാവും ഹിന്ദു ദൈവങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പറയാം. ഹൈന്ദവ ദൈവങ്ങളുടെ അപമാനത്തിന് പരിഹാരം ഹൈന്ദവ ദൈവങ്ങൾ തന്നെ കണ്ടോട്ടെ എന്ന് പറയുന്ന വിചാരത്തിലാണ് ഭക്തർ നിലകൊള്ളുന്നത്. ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയും വേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആറാട്ടു മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് കാക്കകൾ ഒരു മീൻ തല കുത്തിവലിച്ചാൽ അത് ആചാര ലംഘനമാണോ? അല്ല. കാക്കകൾക്ക് മനുഷ്യരുടെ ആചാരങ്ങളെപ്പറ്റി ഒട്ടും ധാരണയില്ല. അതുപോലെ തന്നെയാണ് കമ്മികളും. അവർക്കും മനുഷ്യരുടെ കാര്യങ്ങളെപ്പറ്റി വേണ്ടത്ര പിടിയില്ല. എന്നാൽ ഹിന്ദു വിശ്വാസികളും ഹൈന്ദവ സംഘടനകളും ആറാട്ടു മണ്ഡപത്തോട് കാണിക്കുന്ന അവഗണനയാണ് വിവരമില്ലാത്ത കമ്മികളുടെ ചെയ്തികളെക്കാൾ അപമാനകരമാവുന്ന സംഗതി. വർഷത്തിൽ 2 തവണ ആറാട്ട് നടക്കുന്ന ആ മണ്ഡപവും പരിസരവും എത്ര വൃത്തിഹീനമായാണ് കാണപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും ഈ പോങ്ങൻ അറിയാം. ഇടയ്ക്കിടയ്ക്ക് പോകാൻ പോവാറുണ്ട്. ആറാട്ടുകുളത്തിൽ അനന്തപുരിയിലെ സകല മാലിന്യങ്ങളും കിടപ്പുണ്ട്. വൃത്തിയായി സൂക്ഷിക്കുകയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ശിലാനിർമ്മിതിയുടെ പ്രാധാന്യവും പ്രസക്തിയും വിവരിക്കുന്ന ഒരു കുറിപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്താൽ കമ്മികൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ മനസ്സിലാവില്ലെങ്കിൽ പോലും പുതുതലമുറയ്ക്ക് അതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വിചാരം പോകാനുണ്ട്. നമ്മുടെ പഴയ കാലത്തെ, നമ്മുടെ ചരിത്രത്തെ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ
കുറഞ്ഞപക്ഷം താല്പര്യമുള്ളവർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അതൊക്കെ അവിടെ ഒന്ന് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു ക്ഷേത്രം വിശാല അടിസ്ഥാനത്തിൽ അതിന്റെ ചുറ്റുമതിലുകളൊക്കെ അലങ്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ വ്യവസായിയാണ് അത് ചെയ്തത്. പക്ഷെ ആ വ്യവസായി അദ്ദേഹത്തിന്റെ പേരും അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അതൊരു കുറ്റമല്ല. ഇത്രയും പണം മുടക്കിയത് ഞാനാണ് എന്ന് പറയുന്ന, അത് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, നാട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ശരി, അതൊക്കെ പോട്ടെ. അതൊരു വ്യവസായിയുടെ കാര്യമാണ്, ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഈ സംഘടനയില്ലേ, ആ സംഘടനകൾ എന്ത് ചെയ്യുന്നു? ഹൈന്ദവ വിശ്വാസികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ പടിഞ്ഞാറേ കോട്ട എത്രയോ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്, അല്ലേ? അതൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടുന്ന എന്ത് ശ്രമമാണ് ഹൈന്ദവ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എത്രയോ പഴക്കമുള്ള, ചരിത്രമുറങ്ങുന്നു എന്നൊക്കെ നമുക്ക് സാഹിതീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു വലിയ കോട്ട, അതിൻ്റെ കല്ലുകളൊക്കെ ഇളകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്താൻ എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? ശരി, കേരളീയ പ്രബുദ്ധതയെ മാനിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം മാറ്റിവെക്കാം, ഇതൊരു മതകാര്യം എന്നുള്ളത് മാറ്റിവെക്കാം. പക്ഷേ അതിനെ ഒരു ചരിത്ര സ്മാരകമായിട്ടെങ്കിലും വരും തലമുറയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടുന്ന ഒരു സന്മനസ് നമ്മൾ ആരും കാണിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നേരെ ചരിത്ര സ്മാരകമായി മാറ്റി സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുമാനവുമല്ലേ? നമുക്കത് പ്രദർശിപ്പിക്കാമല്ലോ, നമ്മുടെ വിശാലമായ ചരിത്രം പറയാമല്ലോ, അല്ലേ? അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആചാര ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. വേറെ ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തോടും ഈ സമൂഹത്തോടും ചെയ്യേണ്ട ഒരു കാര്യവും നമ്മൾ ആരും ചെയ്യുന്നില്ല. അതാണ് സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. അത്തരമൊരു ആത്മാർത്ഥതയും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല, ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതാണ് സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. എന്തായാലും പോകൻ ഇതുവരെ കേട്ടവരോട് വളരെ വലിയ ആദരവുണ്ട്. നിങ്ങളുടെ സഹനശേഷിയെ നമിക്കുന്നു. അതേ പോകന് പറയാനുള്ളൂ. നിർത്തുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു, അടിയന്തരമായി എനിക്ക് അല്പം സാമൂഹ്യ മൂല്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ചോട്ട സെലിബ്രിറ്റിയായി മാറേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കും ചെറുതായിട്ടൊന്ന് സെലിബ്രിറ്റി ആവണം. എന്താ വഴി? ഈ സെലിബ്രിറ്റി ആവുന്നത് നിങ്ങൾക്ക് മുന്നിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടിയിട്ടല്ല. അങ്ങനത്തെ ഒരു താല്പര്യവുമില്ല. പക്ഷേ മലയാളികൾക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട്. സെലിബ്രിറ്റികളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് 3-4 വർഷങ്ങൾക്ക് മുന്നേ പോങ്ങൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കമ്മികളെ നമ്പരുതേ, കമ്മികളെ ക്ഷേത്രഭരണം ഏൽപ്പിക്കരുതേ, കമ്മികൾ ക്ഷേത്രം പിടിച്ചടക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് സാമൂഹ്യ ധ്രുവീകരണം അതിശക്തമാകും, വലിയ അന്യായങ്ങൾ നടക്കും, കൈയിട്ടുവാരലുകൾ നടക്കും, ആചാര ലംഘനങ്ങൾ നടക്കും, ഇതെല്ലാം സംഭവിക്കുമെന്ന് വളരെ ആത്മാർത്ഥമായി പോങ്ങൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോങ്ങനെ കേട്ടില്ല ഒരു ആള് പോലും. അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ പോങ്ങൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പട്ടി എന്തിനാ കുരയ്ക്കുന്നേ? ഒരു കള്ളനെ കണ്ടാൽ പട്ടി എന്തിനാ കുരയ്ക്കുന്നേ? പട്ടിയുടെ ജോലിയാണത്. പട്ടിയെ കേട്ടില്ല എന്ന് കരുതിക്കൊണ്ട് പട്ടിക്ക് എന്തെങ്കിലും നാണക്കേട് തോന്നുമോ? ഒന്നുമില്ല. ഞാൻ സമൂഹത്തിലേക്ക് നൂണ്ടിറങ്ങുന്ന കള്ളന്മാരെ കാണുമ്പോഴാണ് ഞാൻ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പട്ടിയാണ്. പക്ഷെ അപ്പോഴും ഈ തെരുവ് പട്ടിക്ക് ഏറെ കിട്ടുള്ളൂ. നല്ല മുന്തിയ ബ്രീഡാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുരയ്ക്ക് പോലും ശ്രദ്ധ കിട്ടുള്ളൂ. തെരുവ് പട്ടി കിടന്ന് കുരച്ചു കഴിഞ്ഞാൽ കല്ലേറ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തെരുവ് പട്ടിയായിപ്പോൾ എനിക്കിത്തിരി സാമൂഹ്യ മൂല്യം വേണം, എനിക്കിത്തിരി മുന്തിയ ബ്രീഡാവണം. അതാണ് ഞാൻ ആ സെലിബ്രിറ്റിത്വം കൊണ്ട് ഉദ്ദേശിച്ചത്. എൻ്റെ കുരയ്ക്ക് കൂടി ഒരു അല്പം ശ്രദ്ധ കിട്ടിയിരുന്നുവെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. ഒരു 3-4 വർഷം മുന്നേ കിടന്ന് പറഞ്ഞു, 3-4-5 വർഷം മുന്നേ പറഞ്ഞു ഇത് തന്നെ. കാരണം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഞാൻ കമ്മിയായിരുന്നു, എനിക്ക് അവരുടെ സ്വഭാവം അറിയാം. നമ്മൾ ഈ കുബേരൻ എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ, കുബേരൻ, ഒരു വലിയ ബംഗ്ലാവ് കാത്തു സംരക്ഷിക്കാൻ ഒരു കാവൽക്കാരനെ ഏൽപ്പിക്കുന്നു. അയാൾ തോന്നിവാസം ചെയ്യുന്നു. ഈ കമ്മികളും അതാണ് ചെയ്യുന്നത്. യാതൊരു അർഹതയും ഇവർക്കില്ല. സാമൂഹ്യ സേവകരല്ല ഇവർ,
സാമൂഹ്യദ്രോഹികളാണ്. ഈ പൊതുസമൂഹത്തിന്റെ പണമെടുത്ത് തിന്നുക, അവർ ആഡംബരമായിട്ട് ജീവിക്കുക, ആ സിനിമയിൽ കയ്യേറി പാർക്കുന്നത് പോലെ അനർഹമായ ഇടങ്ങളിൽ കയ്യേറി പാർത്ത് ഇവരങ്ങ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ജീർണമായ ഒരു നിലപാടാണ്. ആ നിലപാട് അവസാനിപ്പിക്കുന്ന വർഗവീക്ഷണവും വർഗ നിലപാടുകളും ഒന്നും ഉയർന്നു വരാതെ പശ്ചാത്തലത്തിൽ, മുതലാളിത്തം ഭൂപ്രഭുത്വത്തിന്റെ മേലെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി യോജിക്കാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി ഇതിനൊക്കെ പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഉള്ളത് പറഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് ഇവരെ കേരളം മിച്ചം വെക്കില്ല. പ്രബുദ്ധരെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ മണ്ടന്മാരാക്കാണ്, കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടല്ല കേരളം, വിഡ്ഢികളുടെ സ്വന്തം നാടാണ്. വിഡ്ഢികളുടെ സ്വന്തം നാട്. യാതൊരു ഗുണവും മണവുമില്ലാത്ത കമ്മികൾക്ക് പോലും, കാൽക്കാശിന്റെ ബുദ്ധിയില്ലാത്ത കമ്മികൾക്ക് പോലും ഈ മലയാളക്കരയെ പറ്റിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എത്രത്തോളം അധപ്പതിച്ച ബുദ്ധിയില്ലായ്മയാണ് നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഷ്ടം തന്നെ. അതുകൊണ്ടാണ് പോകൻ പറഞ്ഞത്, കുറച്ചുകൂടി ഒരു മുന്തിയ ബ്രീഡായിരുന്നുവെങ്കിൽ എന്റെ കുര നിങ്ങൾ കുറച്ച് കേട്ടേനി, കരുതലെടുക്കാൻ പറ്റുമായിരുന്നു. ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഞാനിവിടെ കിടന്ന് കുരയ്ക്കുന്നു, ഞാൻ ഏറ് മേടിക്കുന്നു, കുരയ്ക്കുന്നു, ഏറ് മേടിക്കുന്നു, കുരയ്ക്കുന്നു, ഏറ് മേടിക്കുന്നു. കള്ളന്മാരും അറിയുന്നു, നാട്ടുകാരും അറിയുന്നു. രണ്ടു കൂട്ടരുടെ ഏറ് പോകാൻ മേടിച്ചുകൊണ്ടിരിക്കുക. ആരോട് പറയാൻ? എന്നാലും ഇനിയും പറയും, കട്ടായോ.